വർക്കിംഗ് കിച്ചന്റെ വീഡിയോ ചെയ്തപ്പോൾ മെയിൻ കിച്ചൺ കാണിച്ചു തരാമോ എന്നുള്ളൊരു കമന്റ് അതിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ വർക്കിംഗ് കിച്ചന്റെ തന്നെ വീഡിയോ ഇടുമ്പോൾ അത് തന്നെയാണല്ലോ നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോഴൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു സ്ഥിരം കണ്ടിട്ടുള്ളവർക്ക് ഒരു ബോറിംഗ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് മെയിൻ കിച്ചൺ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ഹോളിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഓപ്പൺ കിച്ചണാണ് ചെയ്തേക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ വീഡിയോ. എൻ്റെ ഈ പിന്നെ കാണുന്നതാണേ. ഇനി ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ലൈറ്റ്സ് കിട്ടുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതേപോലെ ഇൻറ്റീരിയർ, പിന്നെ ഈ പ്രയർ സെക്ഷൻ, അതുപോലെ TV യൂണിറ്റ്, ഇതൊക്കെ ചെയ്തേക്കുന്ന ഒരു പേജ് ഞാൻ മെൻഷൻ ചെയ്യാവേ. റോയൽ ടച്ച് ആണ് ചെയ്തേക്കുന്നത്. അവരുടെ പേജ് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് ആരോ കമൻറ്റ് പറഞ്ഞു റൈറ്റ് സൈഡിലാണ് യൂസ് എപ്പോഴും നല്ലതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ഏരിയ മാത്രമാണ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞല്ലോ. അപ്പോൾ വർക്ക് ഏരിയ മാത്രം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ പർപ്പസ് ഇവിടെ തന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലാണ് പ്ലാൻ ചെയ്തത്. പിന്നീട് എനിക്ക് ഇതിങ്ങനെ ഒരു സ്റ്റോർ റൂം പോലെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് തോന്നി. എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിന്, ഞങ്ങൾ രണ്ടുപേരുടെ ഐഡിയയിൽ. അപ്പോൾ അത് പിന്നീടത്തേക്ക് വർക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറേ ഓപ്പൺ സ്പേസ് ഒക്കെ ഉള്ളിലുണ്ട് കേട്ടോ. നമുക്ക് വർക്ക് കഴിഞ്ഞിട്ടില്ല കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഐഡിയ ആക്കിയപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ കിട്ടതാണ്. പിന്നെ ഈ ഐഡിയ ഈ കിച്ചൺ വേറെ ഒന്നിനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രിഡ്ജാണ് ഇതിൽ മെയിനായിട്ട് ഡെയിലി തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം എന്ന് പറയാം. പിന്നെ അവൻ, ഇങ്ങനത്തെ ഈ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. മെയിൻ കിച്ചണിൽ എന്താ ഉള്ളതെന്ന് കാണിക്കുമെന്നൊരു കമൻറ്റ് കണ്ടായിരുന്നു. അവൻ, പിന്നെ കെറ്റിൽ, എയർ ഫ്രയർ, പിന്നെ ഇൻഡക്ഷൻ കുക്കർ. ഇത് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും എത്തിയാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ് അല്ല. പിന്നെ ഈ കബോർഡ്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തും അങ്ങനെ നമ്മുടെ പാത്രങ്ങളും എക്സ്ട്രാ വരുന്നൊക്കെയാണ് കേട്ടോ. പിന്നെ വർക്ക് ഏരിയ ഞാൻ പറഞ്ഞല്ലോ, വർക്ക് ഏരിയ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇവിടം വരെയായിരുന്നു നമ്മൾ ആക്ച്വലി ആദ്യം സ്ലാബ് ചെയ്തായിരുന്നു കേട്ടോ. ഇത്രയും സ്ലാബാണ്, അതിലേക്ക് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇത്രയും പോർഷൻ നമ്മൾ നമ്മുടെ വീട് കയറി താമസം കഴിഞ്ഞപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നീട് എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം എന്ന് തോന്നി. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ പറഞ്ഞ ID സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പിന്നെ വാഷിംഗ് മെഷീൻ ആണെങ്കിലും അങ്ങനെ ഈ ഒരു കോർണറിൽ സെറ്റ് ചെയ്തു. കുറേ കമൻറ്റ്സ് കണ്ടുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഹോം ടൂർ ഞാൻ പറയല്ലോ, വീടിൻ്റെ മൊത്തം പണിയൊന്നും നമ്മുടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വാർഡ്രോബ്സ് ചെയ്യാനുണ്ട് റൂംസിനൊക്കെ. അങ്ങനെ കുറേ വർക്ക്സ് പെൻഡിങ് ഉണ്ട്. അതുകൊണ്ടായിരുന്നു. കാരണം ഇപ്പോൾ വീട് കയറി താമസം കഴിഞ്ഞിട്ട് 8 മാസം ആയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വർക്കിംഗ് കിച്ചൺ പിന്നെ നമ്മൾ എന്താ പറയുക, പെണ്ണുങ്ങളുടെ പൊതുവായിട്ട് അവിടെ പെരുമാറുന്ന ഒരിടമായതുകൊണ്ട് എല്ലാവരും കൂടുതൽ ഡൗട്ട്സ് വന്നു. അപ്പോൾ അങ്ങനെയാണ് വർക്കിംഗ് കിച്ചൻ്റെ വീഡിയോസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പിൻ ചെയ്തിടാം, ഓർക്കുവാണെന്നുണ്ടെങ്കിൽ. താങ്ക് യു.